വിനയ, നീ അതും പറഞ്ഞു പൊയ്ക്കളയാതെ. നീ ചെയ്തത് ശരിയല്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷേ നിന്റെ മക്കൾ ഇനി നോക്കുന്നത് ഞാനും രഘുവേട്ടനും തന്നെ ആയിരിക്കും. അല്ലാതെ വയസ്സായ അച്ഛന് എത്ര കാലം 2 പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റും? മതിയമ്പളി, നിർത്ത്. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അണ്ണൻ മക്കളെ ഏറ്റെടുത്തെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമായെന്ന് കരുതിയാൽ മതി. അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം അണ്ണന് കൊടുത്തോളും. അയ്യോ, ഞാൻ അതല്ല അങ്കിളെ പറഞ്ഞത്. അച്ഛൻ എന്തെങ്കിലും പറ്റാതെ വന്നാലും ഇവന് ബാധ്യതയാവാതെ ആ മക്കളെ ഞാനും രഘുവേട്ടനും കൂടി നോക്കിക്കൊള്ളാന്നാ. എനിക്ക് എന്റെ മക്കള് ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അവർ ഇതുവരെ വളർന്നത് എന്റെ വീട്ടിൽ തന്നെയാ. ചീരു തിരിച്ചു വന്നത് എപ്പോഴാ? നീ നിന്റെ മക്കളുടെ കാര്യത്തില് അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലേ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ അച്ഛന്റെ അടുത്ത് പോയി മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. ഞാൻ എന്റെ മക്കളെ ഏൽപ്പിച്ചത് ഇവിടെയാണ്. നിങ്ങൾ പോയിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് ഏറ്റെടുത്തോളാം. അവരെ ഇവിടുന്ന് മാറ്റുമ്പോ നിങ്ങൾ എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞാൻ വലിയ പ്രതീക്ഷയില്ല അങ്കിളെ കാണാൻ വേണ്ടി വന്നത്. ഈ അവസ്ഥയിൽ അങ്കിൾ എന്നെ ഉടനെ ഒന്നും സഹായിക്കില്ല എന്ന് പറയാം. അങ്കിള് പറഞ്ഞ പോലെ എന്റെ ടൈം ശരിയല്ല. കൂടാതെ ചിലരുടെ പ്രാക്കും ശാപവും. എന്നെങ്കിലും ഒരിക്കലെല്ലാം ശരിയാവുമായിരിക്കും. ശരിയെന്നാ, ഞാൻ പോണു. അവനോട് തർക്കിക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ മോളെ? ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞ് പെരുമാറണ്ടേ? മോളത് വിട്ടേക്ക്. അവൻ പറഞ്ഞു കേട്ട് മോളെ വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു വിഷമമില്ല അങ്കിളെ. ചീരുവിന്റെ മക്കളുടെ കാര്യത്തില് എന്റെ അച്ഛൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ അവരിവിടുന്ന് കൊണ്ടുപോയത്. അതിലപ്പുറമൊന്നും വിനയം പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ മനസ്സെന്താണെന്നും ആ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാ കാണുന്നതെന്നും എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. എനിക്കറിയാം മോളെ. എന്ത് ചെയ്താലും എനിക്ക് കണ്ണീരാണല്ലോ ദൈവമേ വിധിച്ചിരിക്കുന്നത്. സോനെ, സോനെ, ഇതെന്താങ്ങളെ ഇവിടെ ആരും ഇല്ലേ? വാതില് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അമ്മയും മോളും നേരത്തെ എങ്ങോട്ട് പോയി? ശ്യാമിനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറയാറില്ലല്ലോ. എപ്പോ വരുന്നല്ലോ അങ്കിളിനോട് പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. പുറത്തു പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. വല്ല ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചാൽ മതിയായിരുന്നു. താക്കോല് അവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. എന്നോട് പറയാത്തതാവും.
ഇല്ല, ഇവിടെയെങ്ങുമില്ല. അല്ലെങ്കിലും വീട്ടിലൊരാളുള്ളപ്പോ അയാളെ താക്കോലേൽപ്പിച്ച് പോകുന്നതല്ല അതിന്റെ ഒരു മര്യാദ. അല്ല, അങ്കിളിന് ഭക്ഷണം എടുത്തു വെച്ചിട്ടാണോ അവര് പോയത്? ഇല്ല, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം വേണമെന്നൊന്നുമില്ല. പക്ഷേ ശ്യാമൂണ് കഴിക്കാൻ വരുമെന്ന് സോനെങ്കിലും ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ആ, ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് താമസിച്ചു പോയതാവും. മോൻ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. അത് വേണ്ട, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇനി വരാൻ താമസിക്കുകയാണെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. ഇതിലൊന്നും ഒരു മത്സരബുദ്ധി കാണിക്കേണ്ട ശ്യാം. മോളെ കൊണ്ട് പോയതല്ലേ, മോളെപ്പോഴും സോനയുടെ കൈ കാണും. അതുകൊണ്ട് വിളിക്കാൻ പറ്റതാണെങ്കിലോ മോനൊന്ന് വിളിക്ക്. ഫുൾ റിങ് പോയി, എടുത്തില്ല. കുറച്ച് നാളായിട്ട് ഇതാണ് അവളുടെ രീതി. അതാ ഞാൻ വിളിക്കാൻ മടിച്ചത്. അത് കുഴപ്പമില്ല ശ്യാമേ, സോന തിരിച്ചു വിളിക്കും. നോക്കാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാനങ്ങ് പോവും. സത്യനൊരു മാരേജ് ഫംഗ്ഷന് പോയിരിക്കുക. ട്രാവൽസിൽ ആരുമില്ല. അല്ല, അങ്കിളിന് വിശക്കുന്നില്ലേ? എനിക്കിതൊക്കെ ശീലം. മോനതൊന്നും കാര്യമാക്കണ്ട. എല്ലാം എടുത്തു വെച്ചില്ലേ? ആ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ദാ. ദാ. ആ, ശരി. പോട്ടെ. ആ, ആ ഭാനുമേ. ആ. ആ ഭാനുമ കടയിൽ വന്നാണോ? ആ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു മക്കളെ. അതിന് ഭാനുമ്മ എന്തിനാ വന്നേ? അനുവിനോട് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ വിളിച്ചു പറയില്ലായിരുന്നോ? ഓ, അവള് കുട്ടികളോടൊപ്പം ഇരിക്കുക. ഞാൻ വല്ലതും വേണോന്ന് പറഞ്ഞാ അവള് തന്നെയായിരിക്കും ഇവിടെ ഒന്ന് മേടിക്കുന്നത്. അതുകൊണ്ടേ അവളോട് പറയാതെയാ ഞാൻ പോകുന്നത്.